CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ ആരാധകർക്കാണെങ്കിലും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്കാണെങ്കിലും വളരെയധികം നിരാശ നൽകുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ സൂപ്പർ താരം ആ ഒരു ടീം വിട്ടു എന്നും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരങ്ങളെല്ലാം തന്നെ ടീം വിട്ടു പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടും ISLോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ്സി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. നമുക്കറിയാം ക്ലെയ്റ്റൻ സിൽവ എന്നുള്ള ആ ഒരു താരം ഈസ്റ്റ് ബംഗാൾ എഫ്സി നല്ല രീതിയിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു താരം തന്നെയാണ്. നിലവിൽ ഏതായാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം ISLൽ ഏറെ വിസ്മയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള ക്ലെയ്റ്റൻ സിൽവ ഈസ്റ്റ് ബംഗാൾ എഫ്സി വിട്ടു എന്നാണ്. ഈസ്റ്റ് ബംഗാളിൽ വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും ഈ ഒരു ബ്രസീലുകാരൻ തന്നെയാണ്. 2022 സിൽവ ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലേക്ക് എത്തുന്നത്. മുൻ ബംഗളൂരു എഫ്സി താരമായിരുന്നു ക്ലെയ്റ്റൻ സിൽവ എന്നുള്ളത്. തായ് ലീഗിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ കളിക്കാരനുമാണ് സിൽവ എന്നുള്ളത്. ഈസ്റ്റ് ബംഗാളിനായി 58 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 20 തവണയും വല കുലുക്കിയിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ കണ്ട ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ക്ലെയ്റ്റൻ സിൽവ എന്നുള്ളത്. നിലവിൽ മറ്റു ISL ക്ലബ്ബുകളിലേക്ക് തന്നെയാണ് അദ്ദേഹം പോവാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് ക്ലെയ്റ്റൻ സിൽവ ഈ ഒരു ടീം വിടാനുള്ള കാരണത്തിലേക്ക് കടക്കാം. ഒരു പരിശീലന സെക്ഷനിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സിയുടെ നിലവിലെ ഹെഡ് കോച്ചായിട്ടുള്ള ഓസ്കാർ ബ്രൂസണുമായിട്ട് ഈ ഒരു ഫോർവേഡ് താരം അഥവാ ഈ ഒരു ക്ലെയ്റ്റൻ സിൽവ ചെറിയ രീതിയിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതൊടുവിൽ ക്ലബിനെയും സിൽവയും പരസ്പരം പിരിക്കുന്നതിലേക്ക് വരെ നയിച്ചിട്ടുണ്ട്. ഏതായാലും പരിശീലകനുമായിട്ടുള്ള ആ ഒരു വാക്കുതർക്കത്തെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ നിന്നും ക്ലെയ്റ്റൻ സിൽവ പുറത്തേക്ക് പോകാനുള്ള കാരണം എന്നുള്ളത്. ഏതായാലും എന്തൊക്കെ പറഞ്ഞാലും ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഈ ഒരു താരം പോയതിനു ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് അവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇത്രയധികം എക്സ്പീരിയൻസും കൂടാതെ തന്നെ മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്ന ഇത്തരത്തിലുള്ള ഒരു താരം ടീം വിട്ടത് പോയതിനു ശേഷം അവരുടെ ആ ഒരു താരത്തിന്റെ അഭാവം തീർച്ചയായിട്ടും ഈസ്റ്റ് ബംഗാൾ എഫ്സിക്ക് അടുത്ത സീസണിലൊക്കെ മനസ്സിലാവുന്നത് തന്നെയാണ്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മജീഷ്യൻ ആയിട്ടുള്ള അഡ്രിയാൻ ലൂണ ടീം വിട്ടേക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ആരാധകരെ എല്ലാവരെയും നല്ല രീതിയിൽ സങ്കടത്തിലാക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, സൂപ്പർ കപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫോറിൻ താരങ്ങൾ എന്തായാലും അഥവാ കുറച്ചധികം ഫോറിൻ താരങ്ങൾ ടീം വിട്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഏതായാലും അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന പ്രകാരം അഡ്രിയാൻ ലൂണ, മിലോസ് ട്രിൻഡിച്ച്, ക്വാമി പെപ്ര എന്നീ താരങ്ങൾ തീർച്ചയായിട്ടും ISLൽ നിന്നും ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി അഥവാ ഈ ഒരു സൂപ്പർ കപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ നിന്നും പുറത്തേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. ഏതായാലും നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രകാരം ഒന്നിലധികം വർഷത്തെ കരാറിൽ സെർജിയോ കാസ്റ്റലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒപ്പുവെച്ചു എന്ന് തന്നെയാണ്. സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സെർജിയോ കാസ്റ്റൽ എന്ന ആ ഒരു താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.